പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 നവംബർ മാസം 8-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, നമ്മുടെ കർത്താവിനെ വാഴ്ത്തുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ പിതാവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞേ, സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ആനന്ദത്തോടെ സ്തോത്രം പറയണം. ആമേൻ. എന്താണ് നമ്മുടെ ഉള്ളത്തിൽ കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ, കർത്താവ് നമ്മളെ നടത്തിയത് ഓർക്കുമ്പോൾ, കർത്താവ് നമ്മളെ പരിപാലിച്ചത് ഓർക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രഭാതം കൂടെ തന്നത് ഓർക്കുമ്പോൾ, ആമേൻ, കൊച്ചു സന്തോഷമൊന്നും അല്ല വേണ്ടി ഒത്തിരി സന്തോഷത്തോടെ നിറഞ്ഞ ഹൃദയത്തോടെ ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യണം. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ള. 112-ാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ പ്രാരംഭ വാക്കുകൾ ഇങ്ങനെ പറയുന്നത്: യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അപ്പം യഹോവയെ സ്തുതിപ്പീൻ. അപ്പം ഈ പ്രഭാതത്തിലും സന്തോഷമുള്ള അധരങ്ങളാൽ കർത്താവിനെ സ്തുതിക്കണം. കർത്താവ് ചെയ്ത നന്മകളെ ഓർത്തിട്ട്, കർത്താവ് നടത്തിയതൊക്കെ ഒന്ന് ഓർക്കണം, കുടുംബമായിട്ട് പരിപാലിച്ചത് ഓർക്കണം. അമേൻ. എല്ലാവരും പറഞ്ഞ് നടക്കത്തില്ല, പക്ഷേ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്തില്ലേ. അമേൻ. പലരും വിചാരിച്ചു നശിച്ചു പോയെന്ന്, പക്ഷേ കർത്താവ് നമ്മളെ ഉയർത്തിയില്ലേ. പലരും വിചാരിച്ചു ഇനി ഇവൻ ജീവിതം ഉണ്ടാകത്തില്ല, പക്ഷേ കർത്താവ് ജീവിതം തന്നില്ലേ. എല്ലാം ഓർത്ത് ഹല്ലേലൂയ. ഇനിയും ഉയരത്തിലെന്ന് പറഞ്ഞത് നമ്മളെ ഉയർത്തിയ കർത്താവ്. അവൻ നശിച്ചു എന്ന് പറഞ്ഞത് നമ്മളെ പണിഞ്ഞെടുത്ത കർത്താവ്. വീണുപോയി എന്ന് പറഞ്ഞത് നിവർത്തി നിർത്തിയ കർത്താവ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ആ കർത്താവിനെ ഒന്ന് സ്തോത്രം പറഞ്ഞ് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അമേൻ. ഇല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ സ്തോത്രം പറയാൻ ചില കാര്യങ്ങൾ? അമേൻ. പറഞ്ഞിട്ട് ഓർത്ത് നമ്മൾ കർത്താവ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാത്ത കാര്യങ്ങളെ ഓർത്ത് കുശുമ്പ് കൂട്ടിയിരിക്കാതെ കർത്താവ് ചെയ്ത കാര്യങ്ങളെ ഓർത്തിട്ട്, കർത്താവേ അങ്ങ് എത്ര അത്ഭുതകരമായിട്ട്, അങ്ങ് എത്ര ശ്രേഷ്ഠകരമായിട്ട് എന്നെ നടത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ പോലെ കിടന്നുറങ്ങി എത്രയോ പേർ ഈ രാവിലെ എഴുന്നേക്കാതെ പോയി, എത്രയോ പേർ പലവിധ പ്രശ്നങ്ങളിൽ പെട്ടുപോയി. കൃപയാൽ ഹല്ലേലൂയ, കൃപയാൽ എന്നെ ഉണർത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നന്ദി എന്ന് പറയുവാൻ എത്ര പേരുണ്ട്. സന്തോഷത്തോടെ കർത്താവിനെ സ്തോത്രം പറഞ്ഞാട്ട്, ഹല്ലേലൂയ, ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞാട്ട്. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ചു പിടിക്കണം കേട്ടോ. പ്രാർത്ഥനയിൽ എല്ലാവരും ഒരുപോലെ പങ്കാളികളാകണം. വണ്ടി ഓടിക്കുകയാണെങ്കിൽ അമേൻ, പ്രാർത്ഥനയിൽ കണ്ണ് തുറന്ന് പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ പങ്കാളിയാകട്ടെ. ബാക്കി എല്ലാവരും കണ്ണുകൾ അടച്ചു പ്രാർത്ഥനയിൽ പങ്കാളികളായിക്കേ. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗീയ അപ്പാ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ ഞായറാഴ്ച പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, സ്വാമിയെ വാഴ്ത്തുവാൻ, പുകഴ്ത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് അവസരം തന്നിരിക്കുകയല്ലേ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവ്. കഴിഞ്ഞ പകൽ മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ച കൃപകൾക്ക് സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യവും സൗഖ്യവും സമാധാനവും സന്തോഷവും ഈ പ്രഭാതത്തിൽ തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം. ഞങ്ങളുടെ കാലുകളെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കി അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ പുകഴ്ത്തുന്നു. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങ് സർവ്വശക്തനാകിയാൽ സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ അങ്ങയുടെ കൃപയുണ്ടാകണമേ കർത്താവേ. അവരെ അങ്ങ് കൈകളിൽ വഹിച്ചു കൊള്ളണമേ. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മോർണിംഗ് സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുക കർത്താവേ. അവരനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ജോലി സ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വർഗീയ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും കൊണ്ട് കർത്താവേ അങ്ങ് നിൻ്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഈ പ്രഭാതി രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ രോഗസൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എന്ത് രോഗമാണെങ്കിലും തിരുവചനം പറഞ്ഞ് എല്ലാ രോഗത്തിനും അങ്ങ് വൈദ്യന്. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഏത് രോഗമാണെങ്കിലും സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ പൂർണ്ണ സ്വസ്ഥതയും സമാധാനവും കർത്താവെ അങ്ങ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങനെ അത്ഭുത ശക്തി വ്യാപരിച്ചതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗികൾ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. ട്യൂമറുകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ട്യൂമറുകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമായി പോകട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി തന്നെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. ആരോഗ്യം വെളിപ്പെടട്ടെ. വേരിക്കോസ് വെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പിടഞ്ഞു കിടക്കുന്ന ഞരമ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ നിവരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നേരെയാകട്ടെ.
അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ കർത്താവേ. അതുപോലെ കൊറോണയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വേഗത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ കരം അവർക്ക് വേണ്ടി ചലിപ്പിച്ചിരിക്കുന്നതിന് സ്തോത്രം. അവൻ ജോലിയില്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോകുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം, കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് കർത്തൃ ദിവസമാണല്ലോ, ലോകമെമ്പാടും ആരാധന നടക്കുന്നു. കർത്താവിൻ്റെ കൈകളിലേക്ക് ഞങ്ങൾ തരുന്നു. അപ്പോൾ അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ, അപ്പോൾ അങ്ങേക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ കർത്താവേ. ലോകമെമ്പാടും ദൈവമഹത്വം എന്ന് വ്യാപരിക്കണമേ, ദൈവശക്തി വ്യാപരിക്കണമേ, ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ. പിന്മാറ്റക്കാർ മുന്നേറ്റത്തിൽ വരണമേ, പാപികൾ മാനസാന്തരപ്പെടണം. കർത്താവിൻ തൻ്റെ ജനം ബലപ്പെടുവാൻ, ഹല്ലേലൂയ, സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാൻ ഇടവരണം. അഭിഷിക്തന്മാരെ അനുഗ്രഹിച്ചാട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകി വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിങ്ങൾക്ക് ഇന്നാണ് സഭായോഗമെങ്കിൽ നിശ്ചയമായിട്ടും സഭായോഗത്തിൽ പങ്കെടുക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം, മാത്യു ചാപ്റ്റർ 16:26. നമുക്ക് വളരെ സുപരിചിതമായ വചനമാണ്. നമ്മൾ കേരളത്തിലൂടെയൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അനേക ഭിത്തികളിൽ ചുവരുകളിൽ, അതായത് റോഡ് സൈഡിലുള്ള ചുവരുകളിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്യമാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മുടെ കർത്താവ് ചോദിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, ഈ ഇതിൻ്റെ അർത്ഥവ്യാപ്തി ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരു മനുഷ്യനെ കുറിച്ച്, അത് ഏത് മനുഷ്യനായാലും കൊള്ളാം, അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ്. അവൻ ഏത് മനുഷ്യനായാലും, അത് പാസ്റ്ററായാലും അച്ഛനായാലും വിശ്വാസിയായാലും, അവൻ ഏത് ജാതിക്കാരനായിക്കോട്ടെ, ഏത് മനുഷ്യനായിക്കോട്ടെ, അവൻ സർവ്വലോകവും നേടിയാലും, എന്തൊക്കെ പദവികൾ നേടിയാലും, എത്രയൊക്കെ സ്വത്തുക്കൾ സമ്പാദിച്ചു കൂട്ടിയാലും, എത്ര യശസ് ഉയർത്തിയാലും, എന്തൊക്കെ പദവികൾ ഈ ഭൂമിയിൽ വെച്ച് ലഭിക്കാവുന്ന സകലതും മേടിച്ചാലും, തൻ്റെ ആത്മാവിനെ, തൻ്റെ ജീവനെ, ഹല്ലേലൂയ. അപ്പം ഈ ജീവൻ എന്ന് പറയുന്നത് എന്തിനാ? നമ്മുടെ ആത്മാവിനെ ഉദ്ദേശിക്കുന്നത്. നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? കാരണം ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചതും ലഭിക്കാൻ പോകുന്നതും നമ്മൾ അനുഭവിക്കുന്നതും എല്ലാം ഒരു താൽക്കാലികമായ സമയത്തേക്കുള്ളത് മാത്രമാണ്. അതിന് കൂടുതൽ ദൈർഘ്യമില്ല. അതൊരു പദവി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, ഇപ്പം സ്ഥാനമാനങ്ങളായിക്കോട്ടെ, എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടേ മതിയാകുകയുള്ളൂ. എന്നാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന നിത്യത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വർഗീയ സന്തോഷം, അല്ലെങ്കിൽ സ്വർഗീയ വാസം എന്ന് പറയുന്നത് താൽക്കാലികമല്ല, അത് നിത്യമാണ്. അപ്പം അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, സ്വർഗം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നതിൽ നഷ്ടപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും വലുതാണ്. ഒരാളും, ഈ ശബ്ദം കേൾക്കുന്ന ഒരാൾ പോലും നിങ്ങളുടെ സ്വർഗം അല്ലെങ്കിൽ സ്വർഗീയ ഭവനം നഷ്ടപ്പെടുത്തി കളയരുത്. വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞു, ജീവപുസ്തകത്തിൽ പേരില്ലാത്ത അല്ലെങ്കിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ ജീവനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമ്മൾ പോകുന്നത് നിത്യ നരകത്തിലേക്ക്, തീപ്പൊയ്കയിലേക്ക്. എന്നാൽ ജീവനെ നേടിയാലോ, ഹല്ലേലൂയ, നമ്മൾ പോകുന്നത് ആ സ്വർഗീയ സൗധങ്ങളിലേക്ക്, നമുക്ക് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ ഭവനങ്ങളിലേക്ക്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, 21-22, 12 ഗോപുരവും 12 മുത്ത്, 12 pearls. ഓരോ ഗോപുരം ഓരോ മുത്ത് കൊണ്ടുള്ളതും, നഗരത്തിൻ്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. അതായത് ആ സ്വർഗീയ നഗരമെന്ന് പറയുന്നത് തങ്കം കൊണ്ട് നിർമ്മിതമാണ്. ലോകത്തിലെങ്ങുമില്ല അങ്ങനൊരു നഗരം, ലോകത്തിലെങ്ങുമില്ല അത്ര മനോഹരമായൊരു സ്ഥലം. പല പട്ടണങ്ങളുണ്ട്, വളരെ ബ്യൂട്ടി ആയിട്ടുള്ള പലതുമുണ്ട്. പക്ഷേ സ്വർണം കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ട ഒരു നഗരമില്ല. അത് നമ്മുടെ സ്വർഗീയ കനാൻ മാത്രമാണ്. അപ്പം അത് നഷ്ടപ്പെടുത്തി പോയാൽ നോ ഓപ്ഷൻസ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇപ്പോൾ ദൈവമക്കൾ പോലും അതിനെക്കുറിച്ച് വലിയ ബോധ്യമില്ലാതെ ഈ ലോകത്തിൻ്റെ പാപങ്ങളിൽപ്പെട്ട് ജീവിക്കുക. എന്നാൽ
പഴയ നിമിത്തി ജോഷുവ, അതിനെ നിങ്ങൾ വായിച്ചാൽ മതി. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങളിലൊക്കെ വെച്ച് ജോഷുവ പറയുന്നൊരു വാക്കുണ്ട്. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ അവനെ പരമാർത്ഥയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കരയും മിസ്രയീമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവീൻ. എന്നിട്ട് 15-ന്റെ അവസാനം പറയും, നിങ്ങൾ എന്ത് വേണം ചെയ്തു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ എന്ത് ചെയ്യും, യഹോവയെ സേവിക്കും. ഇന്ന് ഇങ്ങോട്ട് നോക്കി, ഈ ലോകം ആ ഒരു കാലഗതിയിലാണ് പോകുന്നത്. വിശ്വാസി എന്ന് പറയുന്ന വ്യക്തി ആരുമായിക്കോട്ടെ, പ്രിയപ്പെട്ടവരെ, ഏത് പദവിയിൽ നിൽക്കുന്നവരും ആയിക്കോട്ടെ, അവൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ഭയങ്കര ശുശ്രൂഷകൾ ചെയ്യുന്നവരായിരിക്കാം, വാട്ടവർ നിങ്ങൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയണ്ട. പക്ഷേ ഇന്ന് ഈ ലോക മനുഷ്യരെ പോലെ പാപത്തെ സ്നേഹിച്ചും പാപത്തെ വെറുക്കാതെ പാപ താല്പര്യങ്ങൾക്ക് പുറകെ പോകുന്ന അനേകരെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. കാരണം ദൈവത്തിൻ്റെ മൂല്യങ്ങൾക്ക് വില കൊടുക്കാതെ, അതായത് കർത്താവ് ആഗ്രഹിക്കുന്നത് ചെയ്യാതെ പേരുകൊണ്ട് വിശ്വാസി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന അനേകരെ നമ്മൾ കാണുന്നു. പക്ഷെ അവരുടെ കൂട്ടത്തിൽ നമ്മൾ എണ്ണപ്പെടാൻ പാടില്ല. നമുക്കൊരു ജീവിത വിശുദ്ധി സൂക്ഷിക്കുവാൻ ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുക. ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങളെന്തും ചെയ്തു, ബട്ട് ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിനെ സേവിക്കും. ഇന്ന് അതിന് വില കൊടുക്കണം. അതിന് ചില ത്യാഗങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ. ലോകത്തിലെ ചില സുഖങ്ങൾ വേണ്ടാന്ന് വെക്കണം. ആമേൻ. ചില വേദനകളൊക്കെ ഉണ്ടായെന്നിരിക്കും. പക്ഷേ ഇന്ന് പകൽക്കാലം വില കൊടുത്ത് ജീവിക്കണം ദൈവപൈതൽ. ആമേൻ. എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിപ്പാൻ ഒരു ദൈവപൈതലിന് പറ്റത്തില്ല. വിടേണ്ടതിനെ വിടണം, നോക്കേണ്ടാത്തടത്ത് നോക്കരുത്, തൊടേണ്ടാത്തടത്ത് തൊടാൻ പോകരുത്, ചെയ്യേണ്ടാത്തടത്ത് ചെയ്യാൻ പോകരുത്. ഇല്ല, ഞാൻ കർത്താവേ എന്നാണ് വിളിക്കുന്നത് എന്നിട്ട് എല്ലാം ചെയ്യാം. നോ, ഒരിക്കലുമല്ല. അതല്ല സുവിശേഷം. അത് നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണയാണ്. ഞാൻ കർത്താവ് എന്ന് വിളിച്ച് പിന്നെ ഓടി വന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അങ്ങ് വീഴാം. പാപങ്ങളെ കർത്താവ് ക്ഷമിക്കും. പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്താലോ? നിരന്തരം അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുക, അങ്ങനെ ആകരുത്. യോശുവ പറഞ്ഞു, നിങ്ങളെന്നും ചെയ്തു, ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ ദൈവത്തെ സേവിക്കും. അതുപോലെ ആയിരിക്കണം ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മനോഭാവം. ആമേൻ. അവരെന്ത് കാണിയോ, അവരങ്ങനെ ചെയ്യുന്നില്ലേ, അവരുടെ പിള്ളേരങ്ങനെ ചെയ്യുന്നില്ലല്ലോ, ഇവരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇവർക്കങ്ങനെ വസ്ത്രം ധരിക്കാമല്ലോ, ഇവർക്കിങ്ങനെ ജീവിക്കാമല്ലോ, അവർക്കങ്ങനെ ചെയ്യാമല്ലോ. നോ, അത് നമ്മുടെ ജോലിയല്ല. ഞാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് സ്വർഗീയ കനാന. ഞാൻ എത്തിപ്പെടേണ്ടത് അവിടെയാണ്. എൻ്റെ യേശു എന്നോട് പറഞ്ഞത് അങ്ങനെ, മോനെ ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുക. ഞാൻ എന്തിനാ പോകുന്നതെന്നറിയാമോ? നിങ്ങൾക്ക് ഭവനമൊരുക്കാനാണ് പോകുന്നത്. ആമേൻ. ആ ഭവനത്തിൽ എത്തിച്ചേരുക, അതാ എൻ്റെ ലക്ഷ്യം. അപ്പം അതിന് തടസ്സമാകുന്നത് ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ചില പദങ്ങളുണ്ട്. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികർ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. എന്നിട്ട് പറയുക, നിങ്ങളിൽ ചിലർ ഈ വകക്കാരായിരുന്നു, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് മേടിക്കപ്പെട്ടു. ആ വകക്കാരായിരുന്നു, എന്നാൽ ഇന്ന് രക്ഷിക്കപ്പെട്ടു. ഇന്ന് യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് മേടിക്കപ്പെട്ടു അകത്തു വന്നു. ഇനി ആ വകക്കാരാകാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവവൈദ്യലെ, വിശുദ്ധൻ തന്നെ കുറച്ചുകൂടൊന്ന് വിശുദ്ധീകരിക്കട്ടെ. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ കാലമേറെ ഇല്ല. പ്രാണപ്രിയൻ്റെ വരവ് കേൾക്കൂ. പ്രാണപ്രിയൻ്റെ വരവിന് ആ കാഹളം കേൾക്കാൻ അധികം സമയമില്ല. പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിശ്വസിക്കുക, ഈ തലമുറ തന്നെ യേശുവിനെ എതിരേൽക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പോകുമ്പോൾ ഇനി കുറച്ച് കാലമേ ഉള്ളൂ. കുറച്ചുകൂടെയൊക്കെ ഒന്ന് വിശുദ്ധിയോടെ, കുറച്ചുകൂടെയൊക്കെ കർത്താവിനോട് അടുത്ത്, കുറച്ചുകൂടെയൊക്കെ കർത്താവിനെ സ്നേഹിച്ച് അവൻ്റെ ഇഷ്ടം ചെയ്ത് ഈ ഭൂമിയിൽ ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ബുദ്ധി പറഞ്ഞു തരിക. അവൻ ഓരോ പ്രഭാതത്തിലും ദൈവാത്മാവ് നമുക്ക് ബുദ്ധി പറഞ്ഞു തരിക. ഇന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരിക, കാലമേറെയില്ല, അവൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ യേശുവിൻ്റെ മടങ്ങി വരവുണ്ട്. അപ്പം ആ സാഹചര്യത്തിൽ പോകുന്നത് കൊണ്ട് ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ നിന്നും മാറി കർത്താവിൻ്റെ വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിച്ച് വചനം കൊണ്ട് അനുദിനം കഴുകി, ഹല്ലേലൂയ ഹല്ലേലൂയ, അവനോട് ചേർന്ന് ജീവിപ്പാൻ ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. എത്ര പേർ പറയും, ഞാൻ കുറച്ചുകൂടെ ഒന്ന് ജീവിത വിശുദ്ധി സൂക്ഷിക്കുവാൻ, കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് ജീവിപ്പാൻ.
കുറച്ചുകൂടുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന കരങ്ങളെ ഒന്ന് ഉയർത്തിക്കുക. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ നഷ്ടമായാലും സ്വർഗം നഷ്ടപ്പെടുത്തരുത്. എന്തൊക്കെ നഷ്ടമായാലും സ്വർഗം നഷ്ടപ്പെടുത്തരുത്. കാരണം ഇവിടെ കിട്ടുന്ന ഈ താൽക്കാലിക സുഖങ്ങളൊന്നുമല്ല അവിടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അത് എന്നേക്കും നമുക്ക് ലഭിക്കുന്ന സുഖങ്ങൾ ഇവിടെ ലഭിക്കുന്ന അല്ല. ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇതുമായിട്ട് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകല്ലേ. സോ ബി കെയർഫുൾ. പ്രാർത്ഥിക്കാം. ഇന്ന് തീരുമാനമെടുക്കുന്നവർ പിതാവേ യേശുവിന്റെ നാമത്തിൽ ഈ ശബ്ദം കേട്ട ആരും നഷ്ടപ്പെട്ടു പോകരുത്. എല്ലാവരും ഒരുമിച്ച് അവിടെ ആനന്ദിക്കുവാൻ കർത്താവ് ഇടവരുത്തണം. അനുഗ്രഹിക്കുന്നു തന്നെ ജനത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മറ്റെന്തൊക്കെ നഷ്ടപ്പെടുത്തിയാലും സ്വർഗം നഷ്ടപ്പെടുത്തരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.